അസ്സലാമലൈക്കും, എല്ലാവർക്കും സൂമീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കോവയ്ക്ക മേക്ക് വേണ്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് കോവയ്ക്ക നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ്. അത് പറിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ട് അരിഞ്ഞിടുക. അത് നൈസാക്കി അരിഞ്ഞിടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വേഗം വെന്ത് കിട്ടും. അങ്ങനെയെല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം സവാള അരിഞ്ഞിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 പച്ചമുളക്. ഇനി എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ എടുക്കുകയും ചെയ്യാം കേട്ടോ. അത് അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അടുപ്പത്ത് ചട്ടി വെച്ച് അത് ചൂടാക്കിയെടുക്കാം. ചട്ടി ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുക് 2-1/4 ടീസ്പൂണാണ് കടുക് ഞാൻ ഇട്ടത്. അങ്ങനെ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച കോവയ്ക്ക ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കുക. 3/4 ഭാഗം വേവായതിനു ശേഷം 1/4 കപ്പ് തേങ്ങ ചിരവിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഡിഷാണിത്. ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ സൈഡ് ഡിഷാണ്. അങ്ങനെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.